ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എന്റെ വീഡിയോ ഫീമെയിൽസ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ലേഡീസിനൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം എന്റെ പ്രഗ്നൻസി ജേർണി അല്ല, എന്റെ ഡെലിവറി എക്സ്പീരിയൻസ്. പ്രഗ്നൻസി ജേർണി ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ഞാൻ പറയാം അതിന്റെ ഇടയിൽ. പക്ഷെ മെയിൻ ആയിട്ട് എന്റെ ഡെലിവറി എക്സ്പീരിയൻസ് എന്താണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്റെ ലൈഫിൽ നടന്ന എന്നെ സംബന്ധിച്ചൊരു വലിയൊരു സംഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഞാനും ഹസ്ബൻഡും ദുബായിൽ വർക്കിംഗ് കപ്പിൾ ആയിരുന്നു. ഞാൻ അവിടെ നിന്നാണ് പ്രഗ്നന്റ് ആയത്. കല്യാണം കഴിഞ്ഞ് ഐ തിങ്ക് ഒരു 7-8 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നന്റ് ആയി. പ്രഗ്നന്റ് ആയി കഴിഞ്ഞു. അങ്ങനെ 3 months കഴിഞ്ഞു. 3 months കഴിഞ്ഞപ്പോൾ എനിക്ക് പയ്യെ ബ്ലീഡിങ് വരാൻ തുടങ്ങി. അപ്പൊ അവിടുത്തെ മോഡേൺ ഇന്റർനാഷണൽ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ അതിനുള്ള ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു ദിവസം ഫുള്ള് ട്രിപ്പിട്ട് കിടക്കേണ്ടി വന്നു. ഹെവി ബ്ലീഡിങ് ആയിരുന്നു. അവരതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തന്നു. അത് കഴിഞ്ഞ് വീണ്ടും ബ്ലീഡിംഗ് ആയപ്പോൾ ഞാൻ ആസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. അവിടെയും ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, അപ്പൊ ബെറ്റർ ജോലി റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ പോകണമായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ദെൻ ഓക്കെ, ഞങ്ങള് ഫൈനലൈസ് ചെയ്തു നാട്ടിലേക്ക് പോവാം. കാരണം കംപ്ലീറ്റ് റെസ്റ്റ് ആണ് പറഞ്ഞേക്കുന്നത്. സോ നാട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. ശരി, അങ്ങനെ പെട്ടി പാക്ക് ചെയ്തു. 3 മാസം കഴിഞ്ഞിട്ടാണല്ലോ ഫ്ലൈറ്റ് എടുക്കാൻ പറ്റുന്നത്. 3 മാസം കഴിഞ്ഞു നേരെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നു. പിന്നെ ഒരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ. പക്ഷെ എങ്ങനെയോ ഞാനൊരു നമ്മുടെ കൊച്ചിയിലുള്ള ഒരു പ്രമുഖ, ഞാൻ പേര് പറയുന്നില്ല, ഒരു പ്രമുഖ ഹോസ്പിറ്റൽ തന്നെ ഞാൻ ചൂസ് ചെയ്തു. അവിടുത്തെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. പിന്നെ നമ്മൾ ത്രൂ ഔട്ട് ആ ഡോക്ടറിനെ തന്നെയാണ് കാണിച്ചത്. ഈ ഡോക്ടറെ കാണിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും എന്തോ സ്വിച്ച് ചെയ്യാനുള്ള മനസ്സ് തോന്നിയില്ല. ഓൾറെഡി നമ്മൾ കാണിച്ചു പോയി, പിന്നെ എന്തോ സ്വിച്ച് ചെയ്യാൻ തോന്നിയില്ല ഡോക്ടറിനെ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഡെലിവറി ഡേറ്റ് ആയി. ഡെലിവറി ഡേറ്റിന് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് എന്നോട് ഓഗസ്റ്റ് 19 അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇവിടുന്ന് പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. കാരണം വാട്ടർ ബ്രേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് സംഭവിച്ചില്ല. എന്റെ ഇടയിൽ കുറെ ഇതുപോലെ കോംപ്ലിക്കേഷൻസ്, കുട്ടി മൂവ് ചെയ്യില്ല, കുട്ടി നനക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഓഗസ്റ്റ് 19 എന്നോട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അന്ന് ഓഗസ്റ്റ് 20 വെളുപ്പിന് 5 മണിക്ക് എന്നെ ഓപ്പറേഷൻ തിയേറ്റർ അല്ല, ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പൊ വേറെ 2 പേഷ്യൻസും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരായിരുന്നു ലേബർ റൂമിന്റെ അകത്ത്. അപ്പൊ അവര് മെഡിസിൻ തന്നപ്പോ ഒബ്വിയസ്ലി കോൺട്രാക്ഷൻ പെയിൻ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അങ്ങനെ ഒരു വെളുപ്പിന് 5 മണിക്ക് തുടങ്ങിയത് ഏകദേശം ഒരു 4:30, വൈകിട്ട് 4:30 വരെ ഇങ്ങനെ, അതായത് ഡയലേറ്റ് ആവുന്നുണ്ടായില്ല. 2.5 എന്റെ ഡയലേഷൻ അവിടെ നിന്ന് സ്റ്റക്ക്, അതായത് 2.5 മുകളിലേക്ക് ഡയലേറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വേദന സഹിക്കാൻ പറ്റാനായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കണം. അങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ചു. ഞാൻ എപ്പിഡ്യൂറൽ എടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടർ ഒന്ന് പറഞ്ഞു ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ സിസേറിയൻ ചെയ്യാനായിട്ട് പുറത്തുനിന്ന് അവരൊക്കെ എഴുതി സൈൻ ചെയ്ത് കൊടുത്തു. ഞാനും ഓക്കെ പറഞ്ഞു. അങ്ങനെ സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പിഡ്യൂറലിന്റെ ബാക്കി വെച്ചിട്ട് അവര് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ തന്ന് ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് നടുവിനിട്ടൊക്കെ കുത്തി. എല്ലാ പെയിനാണ് കേസ്. നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നും. ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ഒന്നും ചെയ്യാതാണ് പോയത്. എന്റെ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ ഇപ്പോൾ പ്രഗ്നന്റ് ആണെങ്കിൽ ഇതിനെപ്പറ്റി അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് പോവുക. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ അവിടെ ചെന്നിട്ട് ബ്ലിങ്കസ് നിൽക്കുന്നതിന് നല്ലത് എന്തെങ്കിലുമൊക്കെ അറിവ്. ഞാൻ മനഃപൂർവ്വം നോക്കാതെ പേടിച്ചിട്ട് ഞാൻ മനഃപൂർവ്വം നോക്കാതെ, എന്റെ മിസ്റ്റേക്ക് ആണ്, പൊട്ടത്തരമാണ് കാണിച്ചത്. സോ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ എല്ലാം ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് പോകാൻ നോക്കുക. അങ്ങനെ സിസേറിയനിന് വേണ്ടിയിട്ട് കയറ്റി ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എല്ലാം നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി. ഈ പറഞ്ഞ പോലെ എന്റെ വിചാരം എന്താണെന്ന് അറിയാം, ഞാൻ പറഞ്ഞില്ല ഇതൊന്നും നോക്കാതെ പോയതുകൊണ്ട് എന്റെ വിചാരം ഫുള്ള് ഒരു അനസ്തേഷ്യ തരുന്നതാണ്. നമ്മളുടെ ബോധം പോകും. സിസേറിയൻ ചെയ്യുമ്പോൾ നമ്മുടെ ബോധം പോകും. എനിക്കൊന്നും ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഇത്തരം പൊട്ടീന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി എല്ലാവർക്കും അറിയായിരിക്കും. എന്തുകൊണ്ടാണ് ഞാനിതൊന്നും നോക്കിയില്ല, എന്റെ മിസ്റ്റേക്ക് ആണ്. ഐ ആക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, അപ്പൊ എനിക്ക് ഫുൾ ബോഡി അനസ്തേഷ്യ തന്നു. ഞാൻ സുഖമായിട്ട് ഉറങ്ങും, കൊച്ചിനെ പുറത്തെടുക്കുന്ന എന്റെ വിചാരം. പക്ഷെ നടന്നതായിരുന്നില്ല. എന്നാൽ ഈ ഡോക്ടറിന് കാര്യം പറയുന്നത്, ചോദിക്കുമ്പോൾ കാര്യം പറഞ്ഞാൽ മതി. ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് എന്റെ ഈ പകുതിയോളം അവര് മറച്ചു വെച്ചിട്ട് അവരെന്തോ ഇങ്ങനെ ചെയ്യുക. ഞാൻ ചോദിക്കുന്നുണ്ട് ഡോക്ടറോട്. അപ്പൊ ഡോക്ടറിന് മെരീഷിനോ കുഴപ്പമൊന്നുമില്ല, എന്റെ ഒഫീഷ്യൽ നെയിം മെരീഷിനോ എന്നാണ്. മെരീഷിനോ കുഴപ്പമൊന്നുമില്ല, കുട്ടീനെ വയർ സ്ട്രെച്ച് ചെയ്യാണെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു വയറ് സ്ട്രെച്ച് ചെയ്യണല്ലേ, ഓക്കെ സ്ട്രെച്ച് ചെയ്യട്ടെ എന്ന് വെച്ചു. ഒരു 5 മിനിറ്റ് പോലും ആയില്ല. ഒരു കൊച്ചിനെ പൊക്കി അങ്ങ് എടുത്ത്, അതായത് ഫുള്ള് ബ്ലഡിൽ കുളിച്ച് ഒരു കുഞ്ഞിനെ അങ്ങ് പെട്ടെന്ന് പൊക്കി എടുത്തിട്ട് മെരീഷൻ വെച്ച ബോയ് എന്ന് പറഞ്ഞ് കാണിച്ചു.
ഞാൻ കുഞ്ഞിന്റെ മുഖം കണ്ടതും എന്റെ വിചാരം ഇപ്പൊ ഈ പ്രോസസ്സ് ഇങ്ങനെ ഇവർ കീറി എടുക്കുന്നതല്ല എന്റെ മൈൻഡിലുള്ളത്, ജസ്റ്റ് അവർ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്റെ മൈൻഡിലുള്ളത്. സോ ഞാൻ ഈ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്കും എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് വെപ്രാളപ്പെട്ടു. ആക്ച്വലി പ്രഷർ ലോ ആയതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്റെ ബോധം പോയി ഗൈസ്. ഞാൻ അവിടെ അങ്ങ് ബോധം പോയി. എനിക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ കണ്ണുറക്കണത് ICUലാണ്. സർജറി ചെയ്യേണ്ടി വന്നു എനിക്ക്. അതായത് ഈ സിസേറിയൻ എന്നുള്ള പ്രോസസ്സ് അല്ലാണ്ട് വേറൊരു സർജറിയും കൂടെ ചെയ്യേണ്ടി വന്നു. കാരണം എന്റെ പ്രഷർ ലോ ആയപ്പോ എന്റെ യൂട്രസ് ഫ്ലാബി ആയി. അതായത് കുറച്ച് വലുതായിട്ട് വന്നു. അപ്പൊ ഈ യൂട്രസ് ചുരുങ്ങാണ്ട് നമുക്ക് ഈ പറഞ്ഞ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ യൂട്രസ് ഇങ്ങനെ ഫ്ലാബി ആയി. അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്റെ ഹസ്ബൻഡിനെ ഡോക്ടർ കാണിച്ചു. അപ്പൊ എനിക്ക് ബോധമില്ല. അങ്ങനെ ഇതെന്തോ ആരുടെയൊക്കെയോ എന്റെ വീട്ടുകാരുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ട് പെട്ടെന്ന് തന്നെ അത് യൂട്രസ് ചുരുങ്ങി. പിന്നെ അവര് സ്റ്റിച്ചൊക്കെ ചെയ്ത് ഓക്കെ ആക്കി. അപ്പൊ ഈ ഒരു സർജറിയിൽ കൂടെ എനിക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഗോ ത്രൂ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ എനിക്ക് ബോധം വരുമ്പം എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ആ സെഡേഷന്റെ പ്രശ്നമാണ്. സെഡേറ്റഡ് ആണ് ഞാൻ. പക്ഷെ എനിക്ക് എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട്. ആൾക്കാർ പറയണ എനിക്ക് എല്ലാം നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, രോമം പോലും അനക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഞാൻ കരയുമ്പം മാത്രം. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്റെ കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട്. കരയുമ്പം എന്റെ കണ്ണീര് വരുന്നത് കണ്ടിട്ട് അവർക്ക് മനസ്സിലായി എനിക്ക് ബോധം വന്നെന്ന്. ഈ ഒരു സിറ്റുവേഷൻ എന്റെ ലൈഫ് ഒത്തിരി ചേഞ്ച് ചെയ്തൊരു സിറ്റുവേഷൻ ആട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ഒരു 1.5 ദിവസമോ 2 ദിവസമോ എന്തോ ഞാൻ ICUയിൽ കിടന്നു. അപ്പൊ എന്റെ ഇടയിൽ കുഞ്ഞിനെ കൊണ്ടുവന്നൊന്ന് ജസ്റ്റ് കാണിച്ചു, ജസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ പുറത്തെല്ലാവരും പേടിച്ചട്ടോ. എന്റെ വീട്ടുകാർ, ആദം, ഹസ്ബൻഡ്, അനിയത്തിയൊക്കെ എല്ലാവരും പേടിച്ചു. മമ്മീനോട് അത്ര അങ്ങ് പറഞ്ഞിട്ടുണ്ടായില്ല. എല്ലാം കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടെ വിശദമായിട്ട് പറഞ്ഞത്. എല്ലാവരും പുറത്തുനിന്ന് പേടിച്ചായിരുന്നു. ശേഷം എനിക്ക് ഒരു ഡിപ്രഷൻ പോലെ എനിക്ക് ഇങ്ങനെ വന്നു. അതായത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. മെയിനായിട്ട് ഹസ്ബൻഡിന് ഒരു 20 ഡേയ്സേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഹസ്ബൻഡ് പോയി, ദുബായിൽ തിരിച്ചു പോകും, ഞാൻ ഒറ്റക്കാകും എന്നുള്ള എന്തൊക്കെയോ ഒരു ഫീലിങ്സ് കാരണം എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. ചുമ്മാ ഞാൻ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പൊ ഓർക്കുമ്പോൾ എനിക്ക് ചിരി വന്നെങ്കിലും അന്ന് ഞാൻ കടന്നുപോയ ആ സിറ്റുവേഷൻ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. ലൈക്ക് ഞാൻ അന്ന് കടന്നുപോയിരുന്നത് അത്ര ഇറ്റ് വാസ് എ ടഫസ്റ്റ് സിറ്റുവേഷൻ. ഹെൽപ്ലെസ് ആയിരുന്ന ഒരു വ്യക്തിനെ പോലെയാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ളവരാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് തിരിച്ച് എന്നെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്. അതായത് മെയിനായിട്ട് എന്റെ മമ്മി, എന്റെ ഹസ്ബൻഡ്, എന്റെ അനിയത്തി, എന്റെ ഹസ്ബൻഡിന്റെ മദർ, ഇവരുടെയൊക്കെ ഹെൽപ്പോട് കൂടെയാണ് ഞാൻ തിരിച്ച് റിക്കവർ ചെയ്ത് വന്നത്. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അക്ഷയ എന്ന് പറഞ്ഞത്. അവൾ എനിക്ക് ഒരുപാട്, ആ സമയത്ത് എനിക്കറിയില്ല, അവൾക്ക് പോലും അറിയുമോന്ന് എനിക്കറിയില്ല, ഇത്ര ഹെൽപ്ഫുൾ ആയിരുന്നോ അവളെന്ന്. എനിക്ക് ഒരുപാട് ആശ്വാസമായിരുന്നു അവളുടെ ആ വാക്കുകളൊക്കെ. അവൾ എന്നോട് പറഞ്ഞു, നീ ഏത് പാതിരാത്രി വേണമെങ്കിലും എന്നെ വിളിച്ചോ, ഞാൻ ഉണ്ടാവും. ഞാനിത് നടന്ന ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ അറിയില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. കാരണം അത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഡെലിവറി എക്സ്പീരിയൻസ് ഒക്കെ എന്താണെന്ന് നിങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. ഗൂഗിളൊക്കെ നോക്കി വെറുതെ ചിലപ്പോൾ ഗൂഗിളൊന്നും നോക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവോ അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സിനോടോ ഡെലിവറി അവരുടെ നോർമൽ ആണോ സിസേറിയൻ ഡെലിവറി ആണോ അവരുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മൈൻഡ് പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ ഒരുവിധം നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടും. ഓക്കെ, സോ എന്റെ ഈ കുഞ്ഞ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. എന്തോ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി. ഇപ്പൊ ഇത്ര ഡെലിവറി കഴിഞ്ഞിട്ട് 10 മാസമായി. ജസ്റ്റ് ഒന്ന് പറയാൻ തോന്നി, അതുകൊണ്ട് പറഞ്ഞാണ്. സോ ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് ഷിനു മാത്യു സൈനിങ് ഓഫ്. ബൈ ബൈ.